ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, വളരെ സുപ്രധാനമായ ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ഓൺലൈൻ കൺവെൻഷൻ നാം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. സ്റ്റാൻസാമി എന്ന പേരുള്ള 83 വയസ്സുകാരനായ ഒരു ജസ്യൂട്ട് വൈദികൻ കഴിഞ്ഞ ഒരു മാസമായി ജയിലറകൾക്കുള്ളിലാണ്. അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് ലോകത്തിന് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ അധികാരികൾ പറയുന്നത്, UAPA നിയമമനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തവർ പറയുന്നത് അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചെയ്തു, അദ്ദേഹം മാവോവാദികളെ സഹായിച്ചു, ചില ഏറ്റുമുട്ടലുകളിൽ ബന്ധപ്പെട്ട മാവോവാദികൾക്ക് സംരക്ഷണ കവചമൊരുക്കി എന്നൊക്കെയാണ്. അദ്ദേഹം ചെയ്തിട്ടുണ്ട് പലതും. പക്ഷെ ഒരു മാവോവാദ രാഷ്ട്രീയമോ അതല്ലെങ്കിൽ ഒരു രാജ്യവിരുദ്ധ നടപടിക്രമമോ ഒന്നുമല്ലായിരുന്നു. അദ്ദേഹം ജാർഖണ്ഡിലെ വളരെ നിന്ദ്യമായ ജീവിത വൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ദളിത് ഗിരിവർഗ ജനസമൂഹങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യമാത്ര പ്രസക്തമായ പല നടപടിക്രമങ്ങളും ചെയ്തു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ 4-4.5 പതിറ്റാണ്ടായിട്ട് അദ്ദേഹം ജാർഖണ്ഡിലെ ഗിരിവർഗ ജനസമൂഹങ്ങൾക്കിടയിലാണ്. അവരോടൊപ്പം ജീവിക്കുകയും അവരിൽ ഒരാളായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാമൂഹിക അവബോധവും നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹം പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളേറെയായി. ഇവിടെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് സ്വാഭാവികമായും ദളിത് ക്രൈസ്തവരെ പോലുള്ള ഗിരിവർഗക്കാരെ പോലുള്ളവരുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനം സുഖകരമായൊരു സംഗതിയല്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാരായാലും അവർ ഭരണകൂടത്തിന്റെ ശത്രുക്കളായി മാറുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഭരണയന്ത്രത്തെ കൈകാര്യം ചെയ്യാൻ തയ്യാറാവുന്നവർ സമൂഹ മനസ്സാക്ഷിയെ ഉണർത്തുന്ന രീതിയിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സാധാരണക്കാരനെ കൈപിടിച്ചുയർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അത് തടയാൻ പരിശ്രമിക്കുമെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായത് കാലങ്ങളുടെ ചരിത്രങ്ങളുടെ പുനർവായനയിലൂടെയൊക്കെയാണ്. 1925 കാലം മുതൽ ഇവിടെ RSS എന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് മുതലും ഒരുപക്ഷെ അതിനു മുന്നേ ഒക്കെ ദളിത് ജനസമൂഹങ്ങളോടുള്ള വിരക്തമായ മനോഭാവം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുഴുക്കളെ പോലെ നികൃഷ്ടരായി ജീവിക്കുന്ന ആ സാധുക്കൾ മേലാളന്റെ വയലേലകളിലും വ്യവസായ കേന്ദ്രങ്ങളിലും അടിമകളെ പോലെ പണിയെടുത്ത് കൂലി വാങ്ങാതെ വയറ് നിറക്കാനുള്ള ഭക്ഷണം പോലും ലഭിക്കാതെ പണിയെടുത്തുകൊണ്ടേയിരിക്കണം, യാന്ത്രികമായി പണിയെടുത്തുകൊണ്ടേയിരിക്കണമെന്ന് നിർണയിക്കുന്ന സവർണ മേധാവിത്വത്തിന്റെ ഇത്തരം നിഷ്ഠൂര നിലപാടുകൾക്കെതിരെ നിലപാടെടുക്കുന്നവരും അത്തരം അടിമത്തത്തിൽ നിന്ന് ഈ ജനസമൂഹത്തെ പുറത്താക്കാനായി പരിശ്രമിക്കുന്നവരുമൊക്കെ എന്നും ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ ഇത്തരം വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയം കളിക്കുന്നവരുടെയും ശത്രുക്കൾ തന്നെയാണ്. അതിന്റെ ഭാഗം മാത്രമാണ്, അതിന്റെ ഇര മാത്രമാണ് ബഹുമാന്യനായ പാർക്കിൻസൺ ബാധിച്ച് വിറച്ച കരങ്ങളോടെ വിറയ്ക്കുന്ന കാലുകളോടെ നടന്നു നീങ്ങുന്ന ആ പാവം പുരോഹിതനെന്ന് നമുക്കൊക്കെ അറിയാം. അത്തരം ഒരു സാഹചര്യം ഇവിടെ ഈ രാജ്യത്ത് ഉടലെടുക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നൽകുന്ന ഒരു സ്വാതന്ത്ര്യം,
മൗലികമായ ചില അവകാശങ്ങൾ. ആ മൗലിക അവകാശങ്ങൾക്കെതിരെ, ആ സ്വാതന്ത്ര്യത്തിനെതിരെ നടന്നു കയറുവാനായി, കടന്നാക്രമിക്കുവാനായി ഭരണകൂടം മുതിരുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ മഹാരഥന്മാർ കണ്ടിരുന്ന സ്വപ്നങ്ങളും ഒക്കെയാണ് തകർന്നടിയുന്നത്. അതിൽ നിന്ന് മാറ്റമുണ്ടായേ തീരൂ. ഭരണഘടനയുടെ പവിത്രത സംരക്ഷിക്കാൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ആ വീഴ്ചയെ മറികടക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കൺവെൻഷനിൽ നാം ഒക്കെ ഒത്തുകൂടുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് നിരവധി സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തകർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ ബഹുമാന്യനായ വൈദികനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന വൈദികരും സ്ത്രീ പുരുഷന്മാരുമൊക്കെ ഈ വെബിനാറിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും വൈദികരും സന്യസ്തരുമൊക്കെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. എല്ലാവർക്കും ഒരു ചിന്തയേ ഉള്ളൂ: സ്റ്റാൻ സ്വാമിയുടെ മോചനം. സ്റ്റാൻ സ്വാമിയുടെ മോചനം സാധ്യതമാകുന്നതുവരെ തങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും ഇന്ന് ഈ കൺവെൻഷന്റെ ഭാഗമാകുന്നത്. ഇത് ഒരു ചൂണ്ടുവിരലായിട്ട് നമുക്ക് മാറ്റണം. ഈ ഭരണകൂടത്തിന്റെ ഇത്തരം നടപടി ക്രമങ്ങൾക്ക് നേരെയുള്ള ചൂണ്ടുവിരലായി നമ്മുടെ കൺവെൻഷൻ മാറണം. ഈ കൺവെൻഷന് ശേഷമുള്ള നമ്മുടെ തുടർ നടപടികളും അത്തരം ചൂണ്ടുവിരലുകളായി തന്നെ നിലനിൽക്കണം. നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും സാമാന്യ നീതിയും ധർമ്മവുമൊക്കെ പുലരാനുള്ള സാഹചര്യം ഉണ്ടാവണം. എല്ലാ മനുഷ്യരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണെന്ന് പറയുമ്പോൾ ചിലരൊക്കെ കൂടുതൽ തുല്യരാണെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ നമുക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരും. എല്ലാ മനുഷ്യരും ഒരേ തലത്തിൽ, ഒരേ തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതിനെതിരെ നിൽക്കുന്നവർ ഭരണകൂടമായാലും മറ്റേത് വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളായാലും അവർക്കെതിരെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുണ്ട്. അതിന്റെ ഒരു തുടക്കമായി നമ്മുടെ ഈ കൺവെൻഷൻ മാറണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കൺവെൻഷന് ശേഷവും നിരന്തരമായ പ്രതികരണ പരിപാടികൾ, പ്രതിഷേധ പദ്ധതി പരിപാടികളൊക്കെ നടപ്പിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ ഇന്ന് ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്തപ്പോൾ ഏറെ താല്പര്യപൂർവ്വം നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന യുവ വൈദികൻ ചൗണി, PM ചൗണി, ഫാദർ PM ചൗണി നമ്മോടൊപ്പമുണ്ട്. ബഹുമാന്യനായ ഡൊമിനിക് പത്യാലയച്ചനുണ്ട്. അതുപോലെ പല വൈദികരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, സാംസ്കാരിക നായകരുണ്ട്, മാധ്യമ സുഹൃത്തുക്കളുണ്ട്, മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. എല്ലാവരെയും പേര് പറഞ്ഞെന്ന് ധരിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആദ്യത്തെ പ്രഭാഷണത്തിനായിട്ട് ബഹുമാന്യനായ ഡൊമിനിക് പത്യാലയച്ചനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏതായാലും ഈ ദിവസങ്ങളിൽ, ഈ അടുത്ത കാലത്ത് ഇതേപോലുള്ള വിഷയങ്ങളിൽ നമ്മുടെ ഫെലിക്സ് വളരെ താല്പര്യപൂർവ്വം മുന്നിട്ടിറങ്ങി ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് എല്ലാവരുടെയും പേരിൽ. സ്റ്റാൻ സ്വാമി എന്ന സഹോദരന്റെ, വൈദികന്റെ
പ്രശ്നം കേട്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതേപോലെ ഉള്ള സംഭവങ്ങൾ നിരന്തരമായിട്ട് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ചില സംഭവങ്ങൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ മതപീഡനത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായത് ഗജ്റോള, പിന്നെ ജാബുവ, ഉദയനഗറിലെ റാണി മരിയ, പിന്നെ ഒറീസ സംഭവങ്ങൾ, ഇങ്ങനെ ചിലതെല്ലാം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി ലോകം അറിഞ്ഞു. എന്നാൽ യാഥാർത്ഥ്യം ഓരോ ദിവസവും വടക്കേ ഇന്ത്യയിൽ ഇതേപോലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ മിഷനറിമാരോട് ഇതേപോലുള്ള പീഡനങ്ങൾ അഴിച്ചുവിടുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വടക്കേ ഇന്ത്യയിലെ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള അവസ്ഥയാണ് മനസ്സിലാക്കേണ്ടത്. ഉദയനഗറിൽ റാണി മരിയ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. ആ ഗ്രാമത്തിൽ ഏതാനും ദിവസങ്ങൾ ഞാൻ താമസിച്ചു. വളരെ ഭീകരമായിട്ടൊരു അവസ്ഥയിലായിരുന്നു അത്. പോലീസ് സംരക്ഷണമൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാനവിടെ ഏതാനും ദിവസങ്ങൾ താമസിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ. തിളങ്ങുന്ന ഇന്ത്യ ഇല്ലേ, ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാര് വെച്ച് കാച്ചുന്നത്. തിളങ്ങുന്ന ഇന്ത്യ, സാറ്റലൈറ്റ് സ്വന്തമായിട്ടുള്ള റോക്കറ്റ് ഉണ്ടാക്കുന്നു, അണുബോംബ് ഉണ്ടാക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് പൊക്രാനില് അണുബോംബ് പരീക്ഷണം നടത്തിയപ്പോൾ നമ്മളൊക്കെ ഇവിടെ പലരും ഒക്കെ പടക്കം പൊട്ടിച്ച് സന്തോഷിച്ചു, നമുക്ക് അണുബോംബ് ഉണ്ടല്ലോ എന്ന്. അന്നേരം ന്യൂയോർക്ക് ടൈംസിൽ, അമേരിക്ക ന്യൂയോർക്ക് ടൈംസിൽ ഒരു കാർട്ടൂൺ വന്നു. ഒരു ഇന്ത്യക്കാരൻ, ഒരു പട്ടണിക്കോലം ഇന്ത്യക്കാരൻ കാളവണ്ടിയിൽ ഒരു വലിയ ബോംബും വെച്ചും കൊണ്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ അതല്ലേ? നമുക്ക് വേണം, ആയുധങ്ങൾ വേണം, നിലനിൽപ്പിന് സാറ്റലൈറ്റ് വേണം, റോക്കറ്റ് വേണം, ഇതൊക്കെ വേണം. പാശ്ചാത്യ ശക്തികളൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും അല്ല, കുറെ രാജ്യങ്ങളൊക്കെ. പക്ഷെ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തതിന് ശേഷമാണ് അവർ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ കഞ്ഞിക്ക് വകയില്ല. ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട്? ഒരു നേരം കഴിക്കാൻ പറ്റാത്ത എത്രയോ പട്ടിണി പാവങ്ങളുണ്ട്. അവരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ ബോംബ് ഉണ്ടാക്കലും സാറ്റലൈറ്റും റോക്കറ്റും ഒക്കെ ഉണ്ടാക്കേണ്ടത്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. സമ്പത്തില്ലാത്തതുകൊണ്ടാണോ? അല്ല. ഇവരെയൊക്കെ നമ്മൾ അടിമകളായിട്ട് തന്നെ നിലനിർത്തിയാണ്. അടിമകളായിട്ട് നിലനിർത്തി ഏതാനും പേര് രാജാക്കന്മാരായിട്ട് ജീവിക്കുന്നു. ഈ അടിമകൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് അവർക്ക് രക്ഷ നൽകേണ്ട വ്യക്തികളെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഉദയനഗറിൽ നടന്ന സംഭവം അത് തന്നെയാണ് ഞാൻ മിക്ക ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സംഭവിക്കുന്നത്. അതിന്റെ ഒരു സാമ്പിൾ ഞാൻ പറയാം. അവിടെ എല്ലാവരും തന്നെ ആദിവാസികളാണ്. എല്ലാവർക്കും സ്വന്തമായ കൃഷിഭൂമിയുണ്ട്. അപ്പൊ കൃഷി ഇറക്കാൻ സമയമാകുമ്പോൾ അവർക്ക് പണം ആവശ്യമായിട്ട് വരും. അപ്പൊ അതിന് പണം പലിശക്ക് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ. പലിശ നിരക്കെന്നൊക്കെ പറഞ്ഞാല് ഒറ്റടിയാണ്. 5 കൊടുത്താൽ 10 തിരിച്ചു തരണം, 10 കൊടുത്താൽ 20 തിരിച്ചു തരണം. ഒരു പലിശക്കടി. അപ്പോൾ ഈ കൃഷി ഇറക്കണ സമയമാകുമ്പോൾ ഈ പാവങ്ങള് ഈ പലിശക്കാരുടെ അടുത്ത് സമീപിക്കും. അവർ സന്തോഷപൂർവ്വം എല്ലാവർക്കും 5000 രൂപ വീതം വിതരണം ചെയ്യും. അതുമായിട്ട് അവര് പോയി പണി ആരംഭിക്കും. പക്ഷെ മിക്കവാറും കൃഷിനാശം സംഭവിക്കും. അപ്പൊ അവര് 10000 രൂപ കടക്കാരായി. വീണ്ടും അവര് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇവരുടെ അടുത്ത് വീണ്ടും പൈസക്ക് വരും. വീണ്ടും കൊടുക്കും, ഒരു 5000 രൂപ കൊടുക്കും.
അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒറ്റ വർഷത്തിനുള്ളിൽ അവര് 20,000 രൂപയുടെ കടക്കാരാകിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 20,000 രൂപ ഒരിക്കലും കൊടുത്തു വീട്ടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. പൈസ മേടിക്കാൻ സമയമാകുമ്പോൾ ഇവർ ചെല്ലും, ഈ കൊമ്പന്മാര് ചെല്ലും, ഗുണ്ടകളൊക്കെയായിട്ട് പണം ചോദിക്കും. ആ പാവങ്ങൾ കൈ മലർത്തുമ്പോ എന്താ ചെയ്യുന്നത്? അവരങ്ങോട്ട് ജപ്തി ചെയ്യും. എന്ത്? വീടും പറമ്പും എന്നല്ല ജപ്തി ചെയ്യുന്നത്, കുടുംബത്തെ, കുടുംബനാഥനെയും ഭാര്യയെയും മക്കളെയും എല്ലാവരും അവര് അടിമകളായിട്ട് കൊണ്ടുപോവുകയാണ്. അവര് പിന്നെ അടിമകളാണ്. പ്രായമായ സ്ത്രീകള്, പ്രായമായ പെൺകുട്ടികള്, അവരോടൊക്കെ ഇവന്മാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ചോദിക്കാനായിട്ട് അവർക്ക് അവകാശമില്ല. കാരണം അവർ അടിമകളാണ്. ഏതാനും വർഷത്തെ കഷ്ടത നിറഞ്ഞ ജീവിതം കൊണ്ട് എല്ലാം നഷ്ടപ്പെടുകയാണ്. ആരോഗ്യം പോകുന്നു, മാനവും പോകുന്നു. അവസാനം ഇവര് ഒരു ബാധ്യതയാകും എന്ന ഘട്ടം വരുമ്പോൾ ഇവരെയൊക്കെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട്, മാനവും നഷ്ടപ്പെട്ട്, അവരുടെ ഉദയം നല്ല കൊച്ചു കുടിലേക്ക് അവര് ജീവിതം തുടരാൻ വേണ്ടി തിരിച്ചു വരികയാണ്. ഇതാണ് ആ ഗ്രാമത്തിൽ എല്ലാ വീടുകളിലും സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും നിലനിൽക്കുന്നത്. ഇവിടേക്കാണ് നമ്മുടെ മിഷനറിമാര് ക്രിസ്തുവിന്റെ സന്ദേശമായിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. യാതൊരു സൗകര്യമില്ല, റോഡില്ല, കരണ്ടില്ല, ജലമില്ല. അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യത്തിൽ ഇവരവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ആ കഷ്ടപ്പാടിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. കാരണം അവർ ക്രിസ്തുവിന്റെ പ്രതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ മുഖം ആ പാവങ്ങളുടെ മുഖത്ത് കണ്ടുകൊണ്ട് അവരെ സമുദ്ധരിക്കുക എന്നുള്ളത് അവരുടെ ജീവിത യാഥാർത്ഥ്യ ധർമ്മമായി അവർ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇല്ലായ്മയെക്കുറിച്ച് അവർക്ക് പരാതി ഒന്നുമില്ല. അവര് അവിടെ വിപ്ലവം പ്രസംഗിച്ചൊന്നുമില്ല. ഇപ്പൊ മാവോയിസ്റ്റ് ബന്ധം, നക്സലിസ്റ്റ് ബന്ധം, ഇതൊക്കെയാണല്ലോ ഇവര് പറയുന്നത്. അതൊന്നുമല്ല. അവരവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ആദിവാസികളാണ്, ആദിവാസികൾക്ക് ഗവൺമെന്റ് എന്ന ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ആ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ മിഷനറിമാര് മുന്നിൽ നിന്ന് പ്രവർത്തിക്കും. അവരവിടെ കിട്ടേണ്ടവർക്ക് ഇതിന് കൊടുക്കും. പിന്നെ അവരൊന്നും ഈ കൊള്ളപ്പലിശക്കാരുടെ അടുത്തേക്ക് പോകാതെയായി. അപ്പോൾ അവരുടെ ബിസിനസ്സിന് കോട്ടം തട്ടുന്നു. അപ്പൊ അവരുടെ ബിസിനസ്സിന് കോട്ടം സംഭവിക്കാൻ കാരണക്കാരാണ് ഈ മിഷനറിമാര്. എന്താ ചെയ്യേണ്ടത്? അവരോട് ആദ്യം പറയും ഇവിടുന്ന് സ്ഥലം വിടാൻ. അങ്ങനെ സ്ഥലം വിടുന്ന ആൾക്കാരൊന്നും അല്ല മിഷനറിമാര്. അവരോട് പിടിച്ചു നിൽക്കും, അവരുടെ അവരുടെ പ്രവർത്തനം തുടരും. അപ്പൊ ഭീഷണിയാകും. അവസാനം പല പ്രശ്നങ്ങളും അക്രമങ്ങളും ആരംഭിക്കും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അറിയുകയാണ്, നമ്മളിപ്പോ ഒറീസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞല്ലോ. അല്ല, ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞാണ് അവിടെ അവരുടെ ബന്ധത്തിൽപ്പെട്ട ചില ആളുകളോട് പോയിരുന്ന് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പോയതാണ്. അവിടെ വിചാരിച്ചിനെ കണ്ടപ്പോൾ അച്ഛനാകെ ഭയമായി. അവര് പറഞ്ഞ, അച്ഛൻ ഒന്നും ചെയ്യണ്ട, ഞങ്ങളൊന്നും പുറത്തിറങ്ങില്ല, ഒന്നും സംസാരിക്കില്ല. അച്ഛൻ്റെ പള്ളിയിൽ പരിശുദ്ധ കുർബാന ഒന്ന് എഴുന്നള്ളിച്ച് തന്നേച്ചാൽ മതി, ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാം. അവരവിടെ 8-10 ദിവസം ഉപവസിച്ചും പ്രാർത്ഥിച്ചും കിടന്നു. അവര് പറഞ്ഞതാണ്, ഒരു ഗ്രാമത്തിലെ സർവ ക്രൈസ്തവരെയും ക്രിസ്ത്യാനികളെ എല്ലാവരെയും, പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എല്ലാവരെയും അവർ ബന്ധനസ്ഥരാക്കി വലിയ കുഴി കുത്തി അതിലേക്ക് ഇട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ നടമാടുന്നത്. സ്വതന്ത്ര ഭാരതം. ഞാനിപ്പോൾ റിപ്പബ്ലിക് ഡേക്കും സ്വാതന്ത്ര്യ ദിനത്തിനൊന്നും ഞാൻ പതാക ഉയർത്താറില്ല. കാരണം ഇവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. ഇവിടെ രാഷ്ട്രീയക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്കൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഈ രാഷ്ട്രീയക്കാരൊക്കെ കള്ളന്മാരാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ ആർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്? ഭാരതം എന്ന് പറഞ്ഞാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന ഭൂപ്രദേശമല്ല. അതിന്റെ ആത്മാവ് ഇവിടെ ജീവിക്കുന്ന ജനങ്ങളാണ്. ഈ ജനങ്ങളിൽ ഭൂരിഭാഗവും പട്ടിണി പാവങ്ങളായിട്ട് ജീവിക്കുമ്പോൾ അവരെ അതിൽ നിന്നും സ്വതന്ത്രമാക്കാതെ, ഈ അടിമത്തിൽ നിന്നും മോചിപ്പിക്കാതെ
ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റിയില്ല. നമ്മുടെ മിഷനറിമാരൊക്കെ ശരിക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് പേരെ എനിക്കറിയാം. നമ്മുടെ അതിൽ 1-2 ചത്ത് ചീഞ്ഞ് നാറുന്ന കുറെ എരികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഈ ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങളിലൂടെ ഈ മിഷനറിമാരെ അവഹേളിക്കുകയും മൊത്തത്തിൽ അവരെ താറടിച്ച് കാണിക്കുന്നതിൽ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പേര്, 10,000-കണക്കിന് ആളുകൾ അവിടെ ശരിക്കും യഥാർത്ഥ ക്രിസ്തുവിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. മനുഷ്യരിൽ ക്രിസ്തുവിന്റെ മുഖം കണ്ടുകൊണ്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ. വാസ്തവത്തിൽ അതൊക്കെ തന്നെയാണ് സഭയുടെ ശക്തി. നമുക്കൊക്കെ പലപ്പോഴും പലതൊക്കെ കാണുമ്പോൾ നിരാശ തോന്നും. അപ്പോൾ വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിഷനറിമാരിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രത്യാശയുടെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും സഭയിൽ ഉണ്ടല്ലോ, പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെയാണ് നമ്മുടെ സഭയുടെ ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു സലേഷ്യൻ വൈദികൻ വടക്കേന്ത്യയിലെ മിഷൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. അവനെവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് 8,000 രൂപയ്ക്ക് അവൻ വിൽക്കപ്പെട്ടിരിക്കുക. ഏത് കാര്യത്തിന് കടം വാങ്ങിച്ചു, പൈസ കൊടുക്കാൻ പറ്റിയില്ല. അതിന് മുതലാളി വന്ന് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യ്, തൻ്റെ മകന് എൻ്റെ കൃഷിസ്ഥലത്തേക്ക് കൊണ്ടുവിട്ടേക്കുക, അവനവിടെ ജോലി ചെയ്യട്ടെ. 8,000 രൂപ എന്തോരം ഉണ്ടെന്ന് ആ പാവപ്പെട്ടവൻ അറിയാൻ പാടില്ല. എത്ര വർഷം ജോലി ചെയ്താലാണ് ആ കടം തീരുന്നത് എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. ആ പാവം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിച്ച് വർഷങ്ങൾ കടന്നുപോയി. അവസാനം ഈ മിഷനറി അറിഞ്ഞപ്പോൾ അച്ഛൻ 8,000 രൂപ കൊടുത്ത് ആ പയ്യനെ മോചിപ്പിച്ചു. പിന്നീടാണ് അറിയുന്നത് ആ ഗ്രാമത്തിൽ 16ഓളം ചെറുപ്പക്കാരെ ഈ അച്ഛന് കണ്ടെത്താൻ പറ്റി. എല്ലാവരെയും 8,000 രൂപ കൊടുത്ത് മോചിപ്പിച്ചു. അവസാനം അച്ഛൻ അവരൊരു ബോർഡിങ് ആരംഭിച്ച് അവരെ പഠിപ്പിച്ചു. ഇതൊക്കെയായിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്കൊന്നും ഇഷ്ടമൊന്നുമല്ല, അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതിന് ഇങ്ങനെ വർഗീയവാദികളും ഒക്കെ വന്നിട്ട് ഇവർക്ക് വേണ്ടാത്ത ആരോപണങ്ങൾ, നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് മതപരിവർത്തനം അത് നമ്മുടെ കേരളത്തിലും പലയിടത്തും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്, മതപരിവർത്തനം ചെയ്തു എന്നൊക്കെ. നോർത്ത് ഇന്ത്യ ഇതൊക്കെ തന്നെയാണ് മതപരിവർത്തനത്തിന്റെ പേരിൽ അവരെ ആക്രമിക്കുക. ഇപ്പോൾ ഇതാ പുതിയ പുതിയ നിയമങ്ങൾ പാർലമെന്റ് ഉണ്ടാക്കുന്നുണ്ട്, അസംബ്ലികളൊക്കെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർക്ക് ശത്രുതയുള്ള വ്യക്തികളെയൊക്കെ ആ നിയമം ചാർത്തി അവരെ ബന്ധനത്തിലാക്കുക. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും ഇതിലൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആർക്കും ഉപദ്രവിക്കാൻ, മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പറ്റും. ഒരു ക്രിസ്ത്യാനിയും സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കില്ല. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുന്നത്. ഒരിക്കലും ഒറ്റിക്കൊടുക്കില്ല. പക്ഷെ വഞ്ചകന്മാര് ആ കുറ്റം നമ്മുടെ മിഷനറി മേലും നമ്മുടെ മേലൊക്കെ ആരോപിക്കും, എന്നിട്ട് നമ്മളെ ആക്രമിക്കും. അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. നമ്മളിപ്പോ നേരത്തെ സ്വാഗതം ചെയ്തപ്പോ പറഞ്ഞല്ലോ, അനങ്ങേണ്ടവരൊന്നും അനങ്ങുന്നില്ല എന്ന്. അത് സത്യമാണ്. നമ്മള് യേശുനാഥൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സഭ സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യം പണിയാൻ വേണ്ടിയാണ്, ദൈവരാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്നേഹത്തിൻ്റെതാണ്, സ്നേഹത്തിന്റെ രാജ്യമാണ്. നീതിയും സത്യവും നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ രാജ്യം. ആ രാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹിന്ദുവിന് ജ്ഞാനസ്നാനം ചെയ്ത് ക്രിസ്ത്യാനിയാക്കണ്ട, മുസ്ലിമായിട്ട് തന്നെ ജീവിച്ചോട്ടെ, ഹൈന്ദവനായിട്ട് തന്നെ ജീവിച്ചുകൊള്ളട്ടെ. എല്ലാവരും മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടതുപോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാർസിയും എല്ലാവരും തങ്ങൾ ഭാരതീയരാണ് എന്നുള്ള ചിന്തയിൽ പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ജീവിക്കുന്ന ഒരു രാജ്യത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന്.
ആ സ്വപ്നം ഇപ്പൊ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും അതിൽ പങ്കില്ലേ? നമ്മൾ ആരുടെ രാജ്യമാണ് ഇവിടെ കെട്ടിപ്പടുക്കുന്നത്? ക്രിസ്തുവിന്റെ ആണോ? ഞാനൊരു ലത്തീൻ കത്തോലിക്കനാണ്. എന്റെ മാതാപിതാക്കന്മാര് ലത്തീൻ പള്ളിയിൽ എന്നെ കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്തിയോണ്ട് ഞാൻ ലത്തീൻകാരനായി. വേറെ ചിലര് സീറോ മലബാർ സഭയിൽ കൊണ്ട് ജ്ഞാനസ്നാനത്തിൽ സീറോ മലബാറുകാരനായി. ഒരാളെ യാക്കോബ പള്ളിയിലായിരിക്കും ജ്ഞാനസ്നാനപ്പെടുന്നത്, അപ്പൊ യാക്കോബക്കാരനായി, അല്ല ഓർത്തഡോക്സ് ആയി. ഇങ്ങനെ പലതും ആകുകയാണ്. എന്നാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്? തലയിൽ വെള്ളം വീണത് കൊണ്ടൊന്നും ഒരുത്തൻ ക്രിസ്ത്യാനിയാകുന്നില്ല. ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ അത് കർമ്മം കൊണ്ട് ആർജിക്കുന്ന ഒന്നാണ്. കർമ്മം കൊണ്ട് ആർജിക്കുക. ലത്തീനായിക്കോട്ടെ, സുറിയാനി ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു, എനിക്ക് പുച്ഛം തോന്നി കേട്ടോ. സീറോ മലബാർപ്പെട്ട ഒരു വൈദികൻ പ്രസംഗിക്കുകയാണ്, വീഡിയോ കൊടുക്കുകയാണ്. ആരാണ് സീറോ മലബാർ? ആരാണ് RC? സീറോ മലബാറിൽപ്പെട്ടവരെല്ലാവരും RC ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്രയും നാളും നടന്നത്. ഇപ്പൊ പറയുന്നത് നമ്മൾ ആരും RC അല്ല. റോമൻ കത്തോലിക്ക സഭയുടെ റോമിന്റെ ആരാധനക്രമം പാലിക്കുന്നവരാണ് RC. നമ്മൾ അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇനി മേലിൽ ആരും RC എന്ന് പറയരുത്. ക്രിസ്ത്യാനിയാകാൻ പഠിപ്പിക്കുന്ന സഹോദരൻ, ക്രിസ്ത്യാനിയാകാൻ. RC ലത്തീന ഏത് കുന്തമെങ്കിലായിക്കൊള്ളുക. സ്വന്തം സഹോദരന് വേണ്ടി. ഇപ്പൊ മാർപ്പാപ്പയുടെ ആ ചാക്രി ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു ഉപമ, സമരിയാക്കാരന്റെ ഉപമ പറയുന്നുണ്ട്. ആക്രമിക്കപ്പെട്ട ആ മനുഷ്യനെ സഹായിച്ചത് ആരാണ്? പുരോഹിതന്മാരല്ല, ദേവാലയ ശുശ്രൂഷികളല്ല. പിന്നെ സഹായിച്ചത് സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സമരിയാക്കാരൻ. അവനാണ് ക്രിസ്ത്യാനി, അവനാണ് അയൽവാസി. നീ നല്ലൊരു അയൽവാസിയാകുക. ഇവിടെ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? കർത്താവിന്റെ ആ സുവിശേഷം നമ്മൾ ഏൽക്കുന്നുണ്ടോ? ഇവിടെയും നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പലരും ആക്രമിക്കപ്പെടുന്നില്ലേ? പലരും പാർശ്വവൽക്കരിക്കപ്പെടുന്നില്ലേ? നമ്മ ആ സഭാ നേതൃത്വവും ഭൂരിപക്ഷം ആരുടെ പക്ഷമാണ് ചേരുന്നത്? ശക്തരുടെ ഒപ്പം ചേരും. ഇതാണോ ക്രിസ്തീയത? ഇതാണ് കർത്താവ് പഠിപ്പിച്ച നല്ല അയൽക്കാരന്റെ ഉപമ? ആരെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ അധികാരകുന്തമായിട്ട് വരും. മിണ്ടിപ്പോകരുത്, അടങ്ങിയിരുന്നോളണം. അല്ലെങ്കിൽ കുത്തും, തിരിച്ചു പറയും. ഞാൻ ആരെയാണ് അനുസരിക്കേണ്ടത്? എന്റെ ക്രിസ്തുനാഥനനുസരിക്കണോ, നിങ്ങളെ അനുസരിക്കണമോ? എങ്കിൽ നിങ്ങൾ കുത്ത്. ക്രിസ്തുവിനനുസരിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുത്ത് വാങ്ങിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതേപോലെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ഒരു ബിഷപ്പ് നമ്മുടെ മോദിയുടെ ജന്മദിനാശംസകൾ നേർന്നല്ലോ. ഇത് ലോകം കണ്ട ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രി. ജനം ചിരിക്കുകയാണ്, ജനം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനമന്ത്രിയെ. എന്നിട്ട് നമ്മുടെ ഒരു തലവൻ വന്നിട്ട് വീഡിയോ ഇറക്കുകയാണ്, ലോകം കണ്ട ഏറ്റവും വലിയൊരു പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ വികസനം എല്ലാ തലത്തിലാക്കി നടക്കുകയാണ്. അതാ നമ്മുടെ ഒരു പാവം ജയിലിൽ കിടക്കുക. എന്തിനു വേണ്ടി? അപ്പോ ഇവരൊക്കെ അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്നെ പിന്നാലെ വരട്ടെ എന്ന്. സ്വയം പരിത്യജിക്കണം. സ്നേഹത്തിന് വേണ്ടി എന്റെ പൗരത്വത്തെ ഉപേക്ഷിക്കേണ്ടി വന്നാലും അത് സ്വയം പരിത്യാഗത്വമാണ് ഞാൻ കാണുന്നത്. സ്നേഹത്തിന് വേണ്ടി നിയമങ്ങൾ ലംഘിക്കേണ്ടി വന്നാലും ലംഘിക്കണം. കാരണം കർത്താവിന്റെ ഒരൊറ്റ നിയമമേ പറഞ്ഞിട്ടുള്ളൂ, എന്ത്? സ്നേഹം. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇവിടെ സഭാ നേതൃത്വം പഠിപ്പിക്കുന്ന എന്താണോ? നമ്മളൊരു വീഡിയോ കുറെ സിസ്റ്റേഴ്സ് ഇറക്കി കണ്ട്, പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ കൊണ്ടൊക്കെ പാട്ട് പാടിപ്പിച്ച് അബ്രാഹത്തിന്റെ ബലിയങ്ങട് നടത്തിയാണ്. എന്നിട്ട് പറയുകയാണ്, ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരണം.
ആണോ? ഒരിക്കലുമല്ല. ബലിയേക്കാൾ ശ്രേഷ്ഠം സ്നേഹമാണെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അത് ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരണയാണെങ്കിൽ താല്പര്യത്തിരിക്കുന്നവർക്ക്, അസലിരിക്കുന്നവർക്ക് ഭരിക്കാൻ എളുപ്പമാണല്ലോ. എന്തെങ്കിലും ഒരു കൽപ്പന കൊടുക്കുകയാണ്, തെറ്റായ ഒരു കൽപ്പന കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ അതല്ലല്ലോ, അങ്ങനെ ഇല്ല, അനുസരിച്ചാൽ മതി, ഇതാണ്. അപ്പൊ എളുപ്പമായില്ല. അപ്പൊ ഈ അടിമത്തം അവിടെ മാത്രമല്ല, പലയിടത്തും ഉണ്ട്. നമ്മുടെ ഈ ഗൾഫിലും മറ്റേക്ക് ഞാൻ നീണ്ടുപോകുന്നുണ്ടോ ഫെലിക്സ്? അല്പം നീണ്ടു, ഞാൻ ചുരുക്കിയ. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറണം, ആറ്റിറ്റ്യൂഡ് മാറണം. എന്നിട്ട് യഥാർത്ഥമായ ക്രിസ്തുവിന്റെ സന്ദേശം വഹിച്ചുകൊണ്ട് പോകണം. നമ്മളെല്ലാവരും ദൈവരാജ്യം കെട്ടിപ്പടുക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രാജ്യം, സ്നേഹത്തിന്റെ രാജ്യം. ആ സ്നേഹത്തിന്റെ രാജ്യം, അവിടെ ആരും അന്യരല്ല, ആരും അന്യരല്ല. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഹിന്ദു നമ്മുടെ സഹോദരങ്ങളാണ്, മുസ്ലിം നമ്മുടെ സഹോദരങ്ങളാണ്, ഈശ്വര വിശ്വാസികൾ മാത്രമല്ല നിരീശ്വരവാദികൾ നമ്മുടെ സഹോദരങ്ങളാണ്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ മിഷനറിമാരൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അതൊക്കെ തന്നെയാണ്. അതിന് അവരുടെ പ്രത്യാഘാതങ്ങൾ, തിരിച്ചടി അവർക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് അവരോടൊപ്പം അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. എന്നിട്ട് നമുക്കും നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സ്റ്റാൻ സ്വാമിയോടും അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ഈശോ സഭയോടും നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ വീഡിയോ ഓഫ് ചെയ്യുവാണ്, കാരണം ഇവിടെ നെറ്റ്വർക്കിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട്. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. സോ ഫാദർ സ്റ്റാൻ സ്വാമിയെ പറ്റി ഒരുപാട് ആർട്ടിക്കിളും അതും എല്ലാം വന്നിട്ടുണ്ട്. കുറെ പേര് വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുള്ളിയെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഈ വെബിനാർ കോൺഫറൻസ് സമ്മേളനം ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഫെലിക്സ് സാറിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഇപ്പം സംസാരിക്കാനായിട്ടുള്ള അവസരത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. മലയാളത്തിൽ പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ ഉപയോഗിക്കും ഞാൻ. നോ പ്രോബ്ലം. സോ ഫാദർ സ്റ്റാൻ സ്വാമി തമിഴ്നാട്ടില് തൃച്ചിന്ന് ജംഷഡ്പൂർ പ്രോവിൻസിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം തിയോളജി മനിലയിൽ ചെയ്തു. അത് കഴിഞ്ഞ് റീജൻസി ലുപ്പുംകുട്ടു ചൈബാസയിലുള്ള സ്ഥലത്ത്, വെസ്റ്റ് സിംഗ്ഭൂം ഡിസ്ട്രിക്ട് ഓഫ് ജാർഖണ്ഡില് ഒരു ഹൈസ്കൂളും ഹോസ്റ്റലും ഒക്കെ ഉണ്ട്, അവിടെയായിരുന്നു. അവിടുന്ന് അദ്ദേഹം ഹോ ആദിവാസികളുടെ വില്ലേജിൽ പോയി. അപ്പൊ അവിടെ ബോയ്സിന്റെ കൂട്ടത്തില്, ഹോസ്റ്റൽ ബോയ്സിന്റെ കൂട്ടത്തില് ഹോസ്റ്റലിൽ പോകാറുണ്ട്. ഹോസ്റ്റലിലുള്ള ബോയ്സിന്റെ കൂട്ടത്തില് അവരുടെ വീടുകളില് വേനൽ അവധിക്ക് പോകാറുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പുള്ളിക്ക് അദ്ദേഹം ആദിവാസികളുടെ ജീവിത ശൈലിയും അവരുടെ കൾച്ചറൽ വാല്യൂസ് ആയിട്ടെല്ലാം പരിചയപ്പെട്ടു. അത് അദ്ദേഹത്തെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. അത് കഴിഞ്ഞ് തിയോളജി കഴിഞ്ഞ് അദ്ദേഹം ഓർഡിനേഷന് കഴിഞ്ഞ് ജംഷഡ്പൂർ 2 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പം ബാംഗ്ലൂർ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു കോഴ്സിന് പോയി. അവിടുന്ന് പുള്ളിക്ക് സോഷ്യൽ അനാലിസിസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ബെൽജിയത്തിൽ പോയിട്ട് ഒരു പ്രത്യേക കോഴ്സ് 1 വർഷത്തേക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി. അന്നേരം സോഷ്യൽ അനാലിസിസിൽ കുറെ കൂടെ ഡീപ്പായിട്ട് പുള്ളി അധ്യയനം നടത്തി. അത് തിരിച്ചു വന്ന് അദ്ദേഹം ബാംഗ്ലൂർ ISIൽ ആ സമയത്ത് അടിയന്തരാവസ്ഥയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് JP ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തില് ഇത് നോർത്ത് ഇന്ത്യയിൽ മുഴുവനും ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരുന്ന അവസരത്തില് ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും യുവാക്കള് പുതിയ സംരംഭങ്ങളും അതുപോലെ തന്നെ ഐഡിയോളജിയും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം
അവരോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് സോഷ്യൽ അനാലിസിസ് ചെയ്യണം, മാർക്സിസം എന്താണെന്ന് ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞു വന്നു. അദ്ദേഹം ഫാദർ സ്റ്റാൻ സ്വാമിയും പുള്ളിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അസിസ്റ്റൻസും എല്ലാവരും കൂടെ അവരൊരു സ്റ്റഡി പ്രോഗ്രാം ഉണ്ടാക്കി. 3 വർഷത്തേക്കുള്ള സ്റ്റഡി പ്രോഗ്രാം, സോഷ്യൽ അനാലിസിസ് ബേസ്ഡ് ഓൺ മാർക്സിയൻ അനാലിസിസ് ഓഫ് സൊസൈറ്റി. ആ പ്രോഗ്രാം അവര് 10-15 വർഷം തുടർന്നു അവിടെ. ആ കാലഘട്ടത്തിൽ 3 വർഷത്തെ കോഴ്സ് ചെയ്യാനായിട്ട് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അതിൽ പങ്കെടുത്തു. അതിലൂടെ അദ്ദേഹം വളരെ സമഗ്രമായിട്ട് ഒരുപാട് വ്യക്തികളെ സോഷ്യലി കമ്മിറ്റഡ് ആക്കി. അതായത് ഐഡിയോളജിക്കലി സ്ട്രോങ് കമ്മിറ്റഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് were produced by those program in Indian Social Institute. Of course, he had to face some opposition there, especially from the church. But Jesuit superiors, some were there, understanding ones, so they supported him. അത് കഴിഞ്ഞ് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹം ജാർഖണ്ഡിലേക്ക് തിരിച്ചു വന്നു. ജാർഖണ്ഡില് തിരിച്ചു വന്ന് ചൈബാസയില് ഒരു ജോഹാർ എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്, ജാർഖണ്ഡി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അവിടെ ആ ഓർഗനൈസേഷന്റെ കൂട്ടത്തില് അത് ഇച്ചിരി ഡോർമന്റ് ആയിരുന്നു. ആ ഓർഗനൈസേഷനെ റിവൈവ് ചെയ്ത് അവരുടെ ആദിവാസി വില്ലേജുകളിൽ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ശാസന വ്യവസ്ഥ, അതായത് ലോക്കൽ സെൽഫ് ഗവർണൻസ് സിസ്റ്റം, ഗ്രാം സഭ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു. ആ സമയത്ത് തന്നെ ചൈബാസയിലായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ജാർഖണ്ഡില് അന്നേരം ബീഹാർ ആയിരുന്നു, ജാർഖണ്ഡ് സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ടില്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം റാഞ്ചിയില് കൂടുതൽ ആദിവാസികളുള്ള സ്ഥലത്ത്, അതായത് 5th ഷെഡ്യൂൾ ഏരിയ, 5th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, where that is called scheduled areas. Scheduled areas have special provisions. Their land cannot be transferred to non-tribals. And there are other 2 legislations, Chota Nagpur Tenancy Act and Santal Pargana Tenancy Act. These acts and the 5th schedule are there in place for protecting Adivasi land and resources. അപ്പോ പക്ഷേ ഈ പ്രൊവിഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും അതുപോലെ ലീഗൽ പ്രൊവിഷൻസും ഉണ്ടായിട്ടും അവരുടെ ലാൻഡ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടും, കോൾ മൈനിങ് ഇൻഡസ്ട്രി, അതുപോലെ അയൺ ഓർ ഇൻഡസ്ട്രി, പലതരത്തിലുള്ള ഇൻഡസ്ട്രീസും ബിഗ് ഡാംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവരുടെ ലാൻഡ് തന്നെ പുറമേ നിന്നുള്ള നോൺ ആദിവാസികളിൽ വന്നിട്ട് അവരുടെ ലാൻഡ് ഭയങ്കരമായിട്ട് എടുത്തു, എന്നിട്ട് അവരെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ആ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് 1990 ഈ പ്രോസസ് എല്ലാം വളരെ രൂക്ഷമായി. അപ്പോ അദ്ദേഹം ജാർഖണ്ഡിലെ പല ജില്ലകളിലുള്ള ആക്ടിവിസ്റ്റ്സ്, ആദിവാസി ഇഷ്യൂസ് എടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവരുവാനും അവരുടെ കൂട്ടത്തില് അവരുമായിട്ട് നെറ്റ്വർക്ക് നടത്തി, അതുപോലെ പല മീറ്റിങ്ങുകളിൽ അദ്ദേഹം കയ്യിൽ പാർക്കിൻസൺസ്കാരന് കൈയൊക്കെ വിറയ്ക്കും. എങ്കിലും ഞാൻ അദ്ദേഹത്തെ 1993 മുതൽ അറിയും. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ മുതൽ അദ്ദേഹത്തിന് ഈ പാർക്കിൻസൺസിന്റെ പ്രോബ്ലം ഉണ്ട്. എങ്കിലും പുള്ളി ഒരു മോട്ടോർ ബൈക്ക് എടുക്കും, ചൈബാസയിൽ നിന്ന് 140 കിലോമീറ്റർ ബൈക്കിൽ പോയിട്ട് റാഞ്ചിയിൽ മീറ്റിംഗ്, ആഴ്ചയിൽ 1-2 മീറ്റിംഗിലും പുള്ളി അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് പീപ്പിൾസ് മൂവ്മെന്റ് ആയിരുന്നു പുള്ളിയുടെ. wherever people are protesting to defend their land, protesting against state policies that would displace Adivasis, every call that comes, he used to be there all the time with the people to defend their rights. So that way he built up a strong network of activists in all over Jharkhand to defend Adivasi rights. So in that process, he used to be in the forefront of dharnas, demonstrations, and people's movement opposing government policies, especially
two important projects they opposed was, one is Netrahat field firing range. Central government wanted to set up a field firing range for the army to practice firing, where thousands of Adivasis would be displaced, and all those people came together and they were opposing. This project was in place by 1972, I think, but because of people's resistance, that project is not yet implemented. That is one big thing where many of the Jesuits were also involved to resist the government, because Adivasis will be displaced from their land. Another project is which people opposed was Koel Karo Dam. A big dam was proposed whereby electricity would be produced, and those electricity will not be given to Adivasis and Jharkhandis, but it will be going out of the state for industries and so on. So people opposed that one, whereby that land was, if that dam was built, thousands of Adivasi houses would submerge under the water and they will become landless. So people opposed, and that project also could not. Then other industrialists like Mittal, Jindal and so on, they were also wanting to take thousands of acres of Adivasi land, but people opposed. So people's movement was very strong, so that many of the industries could not make advancement in Jharkhand. That also built up opposition. It does not mean that we are Adivasis are against development, but the mineral resources, as everybody knows, Jharkhand has the 40% of the mineral resources of the entire country, but Adivasis are dispossessed, they are impoverished, and they don't have even proper employment. They have to go migrate to southern states now in search of employment, whereas other industrialists and people who are well off, they come into Jharkhand to set up industries and to make Adivasis who are owners of the land as impoverished casual laborers, and this is a huge injustice. So therefore, all these things could not, Father Stan could not stand all these things. So he used to be writing against it, all the policies. Whenever government brings a new policy and program in the name of development, he would analyze and show to the people how these are going to affect Adivasis adversely. So that way, people's movement was strengthened. And then he always used to write against government's apathy in implementing all these provisions of the fifth schedule, provisions of the violation of the provisions of Chota Nagpur Tenancy Act and Santal Pargana Tenancy Act, non-implementing the PESA Act, Panchayat extension to scheduled areas, whereby the Gram Sabhas of the Adivasi areas will be given special powers to protect their land. If Gram Sabhas are strengthened, then industrialists cannot take land unless the Gram Sabha and the entire village community gives consent to take land from their village. So, and again, Forest Rights Act in 2005, the act came into force, whereby Adivasis used to be staying in forests for years. They could have their land right documents. This also is not properly implemented. So Father Stan always, he used to at least write 2 articles in a month. So that way he always used to write articles and circulate it among the activists, and some of them would publish it also would be published also in the newspaper and other magazines and so on. Then in recent years, he used to write about distress migration of Adivasi youth, rural youth to southern states and other urban areas. The government, BJP government, when it came to power, they introduced the land bank, whereby government can take away Adivasi land anytime and give it to the industrialists for industry. We opposed that one. And then he used to write also against hunger deaths, mob lynching, especially after the BJP government came in. There has been people beaten up to death in the name of
buying or purchasing or transporting beef, go-rakshaks and so on, to protect cows. And so in the name of cow protection, they used to beat up people, especially Muslims. Then there was a Patalgadi movement by Munda Adivasis in Khunti area, one of the districts of Jharkhand, where people wanted to protect their land with the provisions of PESA Act. And the government, BJP government, heavily came upon the people by deploying paramilitary forces, beating up many people, frightening villagers, and putting many of them in jail and so on. So they, Father Stan, along with many others, they posted some comments on the Facebook when they saw the repression of the government and programs. So based on that Facebook post, the BJP government filed FIR in the court, and his property, his room was raided by the Kutti police. Meanwhile, in 2014, towards the end of 2014, Father Stan and me, I also was there in that time at Bagaicha. Bagaicha is the social action center for the central zone of the Jesuits. 2, 3, 5, I think 4 or 5 provinces put together, they have the central zone provinces. So central zone provinces social action center is called Bagaicha, which was also set up by Father Stan. So there we formed a team to study about the under trials. That initiative came this way, that one day Father Stan found a news in the newspaper, local newspaper, saying that 3,000, around 3,000 Adivasi youth, not only Adivasi and scheduled caste youth are languishing in jail, falsely accused as Naxalites. So we formed a team to study this issue, and we sent RTI petitions to all 24 jails in Jharkhand, asking the jail superintendent to give proper information about all these under trial prisoners who are inside jail. But only 12 jails gave partial information. Then we approached the prison in charge, the IAS officer. He also refused to give us an appointment. So finally, we went to the houses and villages and houses of the under trial prisoners who have been out on bail. Like when a person is accused as being a Naxalite, he has to be inside the jail at least for 5 months. Then only he can get a bail. And they are all booked under the draconian law called UAPA, Unlawful Activities Prevention Act. So many people had come out of jail. Some of them, Father Stan and his friends, lawyer friends, had helped to come out of the jail. So we visited those people. 102 persons we interviewed, and we found that only 3 of them among only 3 of them were having some kind of connection with the Naxalites. And these people were accused falsely because they raised voices against injustice in their villages. Then when the police come, when there is some Naxalite violence take place, the police come after 2 or 3 days, and they would inquire in the local shop and the business people and so on who would be involved in them. And those people who have enmity with some youth, they would give their names. That's how they were picked up. This came out through our study. So based on this study, we Father Stan filed an FIR in the Jharkhand High Court challenging the government to give proper information from all the jails as to how many are there accused as Naxalites. But the government refused to give, and that case was going on in 2018 till 2018 it was going on. Still it is there, but since Father Stan also is an under trial now, who was working for under trials, for justice for under trials, he himself has become an under trial. So in short, these were the things Father Stan was doing. So as a conclusion, I would say that, along with Father Stan,
of course, one more thing is that, when before filing the public interest litigation in Jharkhand High Court challenging the government to give complete information about under trials, before that we had several meetings of people who are working, helping Naxalite accused youth in different jails of other states of Adivasi areas like Chhattisgarh, Orissa, West Bengal, and Jharkhand. So many people came for the meeting, and they formed a persecuted prisoners solidarity committee, whereby with that committee decided to extend legal help to people who are falsely accused as being Naxalites. So in that meeting, one of the very committed advocate from Chhattisgarh had come, and one advocate from Maharashtra also had come, who were all helping political prisoners. That Chhattisgarh advocate's name is Sudha Bharadwaj, and she's a very wonderful person, very really committed, and she was working for Dalits and Adivasis and laborers, their rights in Jharkhand. So when this Bhima Koregaon case incident happened, just before the celebration at Bhima Koregaon on 1st January 2018, on the previous day, there was a big gathering of many people, many prominent citizens who came together as part of Dalit celebration of their victory over a Brahmin king or upper caste king in during the British time. So they that time on 1st January 2018, they vowed that they would all unite themselves, all the Dalit organizations will unite together and fight the fascist government, central government, the BJP, and its agenda of Hindutva, and also its agenda to throw away the constitution. So that meeting was held under the banner of Elgar Parishad. So that Elgar Parishad, the RSS guys said that the Elgar Parishad meeting was called by CPI Maoist group. And in that meeting, all these committed social activists were there. That's the story they have made to book all these people who make a noise and who stand up and speak against these oppressive powers. So this false allegation came that time onwards. The Pune police have been after many of these activists, along with before Stan, 15 of them were arrested. So all these people were also equally committed, and they are from different parts of the country. So I think we also need to fight to get out all these people, not only Stan. Actually, Stan was feeling guilty that he was not arrested because people like him, whoever we were standing up and speaking against injustice, were arrested. So Stan was in a way ready to face whatever comes because of his work. And his work was always right, and he did not have any link with Maoists, as it is said in the FIR filed by NIA. So therefore, as a conclusion, I would say, along with Stan, we must also make noise and come together to get all those who are inside. Of course, if one of them is given bail, then the government will have to give, the NIA will have to give bail to all others, because they are all booked in the same case, which has no basis, which is a made-up story by the RSS. And the other thing, second thing I would like to say is that wherever human rights violations are happening, we must stand up, whether it is against Muslims in the name of Goraksha, whether it is Dalits being beaten up in different parts of the country. We must come out, not only when any church personnel is attacked. Therefore, we must broaden our horizon, and we must stand up every time when human rights are violated. I think this much I would like to say. And if you have any more clarification to be asked, please feel free. Thank you. Thank you once again. Thank you, Father Tony.